കെ ആർ മീരയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് രാവിലെ തന്നെ അപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രസിദ്ധ സാഹിത്യകാരി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി വയലാർ അവാർഡൊക്കെ നേടിയ പ്രസിദ്ധ സാഹിത്യകാരി കെ ആർ മീര നമ്മുടെ കഷായം ഗ്രീഷ്മയെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നത്. ഗ്രീഷ്മയെ പറ്റി ഒന്നും പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കത്തില്ല. എന്നാലും കഷായത്തിൻ്റെ കാര്യം, അതുകൊണ്ടാണ് കഷായം കുടിപ്പിച്ചത് എന്നൊക്കെയുള്ള വിവാദപരമായ പരാമർശം നടത്തി. അതുപോലെ തന്നെ മരിച്ചുപോയ ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയെ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ഒരു പ്രേമത്തിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പം കൊലപാതകം തന്നെ ചെയ്യേണ്ടി വരും ചില സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് ഗ്രീഷ്മയെ ന്യായീകരിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ആ വിഷയത്തിനകത്തൊന്നും ഗ്രീഷ്മയുടെ പേരോ ഷാരൂണിൻ്റെ പേരോ ഒന്നും പേരെടുത്ത് പരാമർശിച്ചില്ല. പക്ഷേ സംഭവം വിശദീകരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇന്ന ആളിനെ പറ്റിയാണ്. പേരെടുത്ത് പറയേണ്ടതായില്ലല്ലോ, അല്ലാതെ തന്നെ കൃത്യമാക്കാൻ ഒരു സാഹിത്യകാരിക്ക് കഴിയുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ കഷായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഒരു കഷായം കൊടുത്ത് കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ടൊരു സാഹിത്യകാരിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ല. അതുമല്ല, മലയാളികൾ ഇഷ്ടപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രസ്തുതയായ ഒരു സാഹിത്യകാരി കെ ആർ മീര എന്ന് പറയുന്ന വ്യക്തിയുടെ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. സത്യം പറഞ്ഞ ഒരു കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് കെ ആർ മീര അന്ന് സംസാരിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ഇതിനെതിരെ വിമർശനവുമായിട്ടൊക്കെ വന്നിട്ട് വന്നായിരുന്നു. രാഹുൽ ഈശ്വർ അന്ന് വിമർശിച്ചായിരുന്നു. അവസാനം രാഹുൽ ഈശ്വർ കെ ആർ മീരയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കേസ് കൊടുത്തിരിക്കുകയാണ്. രാവിലെ തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ രാഹുൽ ഈശ്വർ അത് പുറത്തു വിടുകയും ചെയ്തു. പിന്നെ മാധ്യമങ്ങളോടും പറയുന്നുണ്ട് ഈ സംഭവം കെ ആർ മീരയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളത്. നമുക്കതൊന്ന് കേൾക്കാം. കെ ആർ മീരയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് രാവിലെ തന്നെ ഈ ജൂറിസ്ഡിക്ഷൻ പ്രശ്നമല്ല, ഇന്റർനെറ്റിലൂടെയൊക്കെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തന്നെ. മാഡം, അപ്പൊ ആരോടാ സംസാരിക്കേണ്ടത്? ഞാൻ ഓൾറെഡി SHO സെൻട്രൽ EKM.PO ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഫോർമലി തന്നെ ഒരു പരാതി അയച്ചിട്ടുണ്ട്. അപ്പൊ ആ പരാതി കിട്ടിയോ എന്നൊന്ന് എനിക്ക് അറിയാൻ പറ്റുമോ? ഇപ്പൊ ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ പരാതി കിട്ടിയോ എന്നൊന്ന് അറിയാൻ പറ്റുമോ? അതായത് ഞാൻ പ്രതിയോടൊത്ത് ചേർന്ന് ഞാൻ പ്രതിയെ അനുകൂലിച്ച്, അതായത് ബോബി ചെമ്മണ്ണൂർജിയെ അനുകൂലിച്ച് ഹണി റോസിനെതിരെ പരാമർശം നടത്തി എന്നുള്ളതാണ് എനിക്കെതിരെ കംപ്ലൈന്റ് എടുത്തത്. അപ്പം ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ, ഒരു കൊലപാതകത്തെ ന്യായീകരിച്ച് ആ കൊലപാതകം മരിച്ച ആളെ അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച്, കോടതി വിധിയെ അടക്കം അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയ കെ ആർ മീരയ്ക്കെതിരെ ഉള്ളൊരു പരാതിയാണ്. പോലീസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ലൈവായി തന്നെ നോക്കാം. നമസ്കാരം, രാഹുൽ ഈശ്വറാണ്. സാർ നമസ്കാരം. സാർ, ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്, ഒരു പരാതിയാണ്. SHO സാർ, ഞാൻ അയച്ചിരിക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് SHO സെൻട്രൽ EKM.POL സാർ, അപ്പൊ കിട്ടിയോ എന്നൊന്ന് കൺഫേം ചെയ്യാമോ? ഇപ്പോ ഒരു 2 മിനിറ്റ് മുമ്പ്. അപ്പൊ ഒന്ന് വിളിച്ചു പറയാൻ കൂടെ ചെയ്തതാ. ഇനി ഇതേപോലെ ഒരു ഫെമിനിറ്റിയെ വെറുതെ വിടുന്ന പരിപാടിയില്ല. നമ്മൾ 100% ഫൈറ്റ് ചെയ്ത് തന്നെ പോകും. അതിശക്തമായിട്ട് അവരെ അടക്കം വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. ഇതുകൊണ്ട് ആരെയും നോക്കി കയറ്റുമൊന്നുമില്ല. ഇനി നാളെ ഒരുപക്ഷെ ഈ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഗ്രീഷ്മ എന്ന അതിജീവിതയെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യും. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. ചെയ്യേണ്ട ജോലി നമ്മൾ എന്തായാലും ചെയ്യും. രാഹുൽ ഈശ്വറിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഹണി റോസിൻ്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നുള്ള പേരിൽ രാഹുൽ ഈശ്വറിനെ കേസെടുത്ത് വരാം. അപ്പം ഒരു കേസ് നടന്നു, കേരളത്തെ ഞെട്ടിപ്പിച്ചൊരു കേസാണ്. ഗ്രീഷ്മ, ഒരു പെൺകുട്ടി ഷാരൂണിന് കഷായം കൊടുത്തു. അന്ന് ആ പയ്യനെ അതിദാരുണമായി 3-4 ദിവസം കഴിഞ്ഞ് അവൻ വേദനയെല്ലാം സഹിച്ചാണ് മരിക്കുന്നത്. എന്നിട്ട് കോടതി ആ ഗ്രീഷ്മ തെറ്റുകാരിയാണെന്ന് അംഗീകരിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കേസിലാണ് ഒരു സാഹിത്യകാരി അഭിപ്രായം പറയുന്നത്.
അപ്പം നേരെ തിരിച്ച് വേറെ ഒരു വ്യക്തി, ഇപ്പം ഈ ഗ്രീഷ്മയാണ് ഷാരോൺ ഗ്രീഷ്മയ്ക്ക് വിഷം കൊടുത്ത് മരിച്ചു. ഗ്രീഷ്മയ്ക്കാണ് ഈ സംഭവങ്ങൾ, ഷാരോൺ അനുഭവിക്കേണ്ട എല്ലാ വേദനയും ഗ്രീഷ്മ അനുഭവിച്ച് മരിച്ചിരുന്നെങ്കിൽ, ഇപ്പം മാധ്യമങ്ങൾ, ഇപ്പോൾ ഒരു സാഹിത്യകാരിയും എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പുറകെ പോയേനല്ലേ. ചർച്ചയായ ചർച്ചകൾ, മന്ത്രിമാരിടപെട്ടേനെ, നിയമസഭയിൽ ചിലപ്പോൾ അടിയന്തര പ്രമേയം വന്നേനെ, അതുപോലെ പലരും കേസ് കൊടുത്തേനെ അല്ലേ, പോലീസ് കേസ് കൊടുത്തേനെ. പക്ഷേ ഇതൊന്നും ഒരു പുരുഷനായതുകൊണ്ടാകാം, ഷാരൂഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി പുരുഷനായതും സ്ത്രീ കുറ്റക്കാരി ആയതുകൊണ്ടും ആകാം ഒരാളും പ്രതികരിക്കുന്ന കണ്ടില്ല, മാധ്യമങ്ങളും പ്രതികരിക്കുന്ന കണ്ടില്ല, ചർച്ചകളില്ലായിരുന്നു. അവസാനം ഒരു രാഹുൽ ഈശ്വർ മാത്രം വന്നു ഇത് പ്രതികരിക്കുവാനും കേസ് കൊടുക്കാനും ഒക്കെ. ഇത് പോലീസ് യഥാർത്ഥത്തിൽ കേസെടുക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് വ്യക്തിപരമായി കേരള മീരയ്ക്ക് പറഞ്ഞു നിൽക്കാം, ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചില്ല. സാഹിത്യകാരി ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്ന കാര്യങ്ങളാകാം എന്ന് പറയാം. സാഹിത്യകാരങ്ങനാണല്ലോ, ശൂന്യതയിൽ നിന്ന് തരം പോലെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുകയും അത് വിറ്റിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം അതുപോലെ വേണമെങ്കിൽ പറയാം അല്ലേ. കെ ആർ മീരയ്ക്കെതിരെ ഒരുപക്ഷെ കേസ് എടുക്കുവാണെങ്കിൽ സാംസ്കാരിക കേരളം ഒരുപക്ഷെ കത്തുമായിരിക്കാം. കാര്യം പലരും കെ ആർ മീരയ്ക്കെതിരെ കേസ് എടുക്കുന്നതിനെതിരെ പ്രതികരിക്കും. കെ ആർ മീര പറഞ്ഞതിനെതിരെ പ്രതികരിക്കാൻ നാവിറങ്ങത്തില്ല. എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന് അബീം വർക്കി, ശബരിനാഥ് ഒന്ന് രണ്ട് പേരൊക്കെ ഇതുമായിട്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ വാക്കുകൾ പൊതുസമൂഹം സ്വീകരിക്കത്തില്ല. പൊതുസമൂഹമല്ല, ഈ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പൊതുസമൂഹം എന്ന് വെച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണെന്നാണ്. എനിക്ക് തോന്നുന്നു കാലം ഒത്തിരി മാറിയിരിക്കുന്നു. പഴയതുപോലൊന്നുമല്ല, കഴിഞ്ഞ കൊല്ലം ചിന്തിച്ച പോലല്ല ഭൂരിപക്ഷം ആൾക്കാരും. അതുപോലെ സ്ത്രീ പുരുഷ ഭേദമന്യേ രാഹുൽ ഈശ്വർ പറയുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് വരുത്തുന്ന, അത് പല കമൻറ്റുകളും എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടിരുന്ന പുരുഷ കമ്മീഷനുമൊക്കെ ആൾക്കാർ ഇത് ശരിയാണ്, ഇത് വേണ്ടതാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നതൊക്കെയുണ്ട്. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് സ്ത്രീകളോട് പലപ്പോഴും പൈശാചികവും മൃഗീയവുമായിട്ടാണ് പുരുഷന്മാർ സ്ത്രീകളോട് ഇടപെടുകയും കൊലപാതകമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വശത്ത് പുരുഷനായിരുന്നു. അപ്പോഴാണ് സ്ത്രീകൾക്ക് പൊതുവെ അല്പം കൂടെ സുരക്ഷിതത്വ ബോധം കിട്ടണം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ മാറിയ കാലഘട്ടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ കുറ്റവാസന ഇപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പുരുഷൻ കുറ്റം ചെയ്താലും അവിടെ ഒരു സ്ത്രീയുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ നേരിട്ട് കൊലപാതകം നടത്തുന്നതും കൊട്ടേഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നിത്യേന കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ത്രീക്കും പുരുഷനും കുറ്റവാസന എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തുല്യമായ അവകാശത്തിൽപ്പെടുന്നതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം രാഹുൽ ഈശ്വർ പറയുന്ന ന്യായം കൃത്യമാണ്. കാര്യം സ്ത്രീകൾക്ക് മാത്രം കൊടുക്കേണ്ട പരിഗണന, നിയമത്തിൽ സ്ത്രീകൾക്ക് മാത്രമല്ല കൃത്യമായിട്ട് പരിഗണന കൊടുക്കേണ്ടത്, അത് പുരുഷനും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം. അതിന് പുരുഷന്മാരുടെ കാര്യങ്ങൾ എവിടെയെങ്കിലും പറയണമെങ്കിൽ അതിന് പുരുഷന്മാരുടെ സംഘടന വേണം, പുരുഷ കമ്മീഷൻ വേണം എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. അതിന് പഴയതിനേക്കാൾ ഉപരി കൂടുതൽ ആൾക്കാരെ പിന്തുണ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും കെ ആർ മീരയ്ക്കെതിരെ കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കേസെടുത്താൽ കേരളം നിന്ന് കത്തുമായിരിക്കും അല്ലേ. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണണം. ഓക്കെ, മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.